സി ജെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിൽ പോലും ഇതുവരെ വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല. ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരു പെണ്ണുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? സി ജെ റോയ് എന്ന് പറയുന്ന വ്യവസായിയുടെ കൊലപാതകത്തിന് പുറകിൽ ഇപ്പം നിഗൂഢതകളാണ്. അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ പുറകിൽ നിഗൂഢതകളുണ്ട്. തിരക്കി പോകുമ്പോഴെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. കാരണം സി ജെ റോയ് സ്വന്തമായിട്ട് വഴി വെട്ടി വന്ന ആൾ, ആകാശത്ത് പറന്ന് നടക്കുന്ന ആൾ, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയൊരു വ്യവസായി. ഈ വ്യവസായി ഇത്തരത്തിൽ ആകുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആയത് എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹത്തെ പറ്റി കഥകൾ പലതും പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത്, ഇദ്ദേഹം ഒരു വ്യവസായി ആകുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ കൂടെ ആര് നിന്നിട്ടുണ്ടോ, ആദ്യം അദ്ദേഹത്തെ ആ വഴിക്ക് ആരാണ് നയിച്ചത്, അവരെയെല്ലാം പറ്റിച്ച്, അല്ലെങ്കിൽ കൂടെ നിന്നവരെയെല്ലാം വളരെ കൃത്യമായിട്ട് പറ്റിച്ചിട്ട് ആ മേഖല അവരെ തകർത്തിട്ട് മുന്നേറി ഇരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ആദ്യം ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു നമ്പൂതിരിയെ പറ്റിച്ച കഥയൊക്കെ വരുന്നത്. കാരണം ആദ്യമേ ഇദ്ദേഹം നമ്മൾ പറയുന്നത് പോലെ ഒന്നും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത, അല്ലെ ധൈര്യം മാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ. നമ്മളറിയാമല്ലോ ഈ ബ്രോക്കർമാരുടെ പണി. ഒരുപക്ഷെ എഗ്രിമെൻ്റ് വെക്കും, ഒരു തുച്ഛമായ കോടിക്കണക്കിന് രൂപ വിലയുള്ള പ്രോപ്പർട്ടി അല്ലെ വസ്തുവിന് ഒരു 10,000-15,000 രൂപ കൊടുത്തൊരു എഗ്രിമെൻ്റ് വെച്ചിട്ട് പറയും 6 മാസം കൊണ്ട് കച്ചവടമാക്കി തരാം, അല്ലെങ്കിൽ 6 മാസത്തിനകം, അല്ലെങ്കിൽ അത് കഴിയുമ്പം ആ എഗ്രിമെൻ്റ് പോകുമല്ലോ. ഇതുപോലെ ഏതാണ്ട് 350ഓളം ഏക്കർ സ്ഥലം ബാംഗ്ലൂരിൽ ഈ പറയുന്ന ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ്, അതായത് ഈ ഒരു നമ്പൂതിരിയുടെ കെയർ ഓഫുള്ള അല്ലെങ്കിൽ വാങ്ങിച്ചിരുന്നു. അതിനകത്ത് എഗ്രിമെൻ്റ് വെച്ചിരുന്നു. ആ എഗ്രിമെൻ്റ് കാലാവധിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് മറിക്കാൻ നോക്കിയിട്ട് നടക്കാത്ത വന്നപ്പോൾ പലവട്ടം ആ എഗ്രിമെൻ്റ് മാറ്റി അതിനകത്തുനിന്ന് തന്നെ ഏതാണ്ട് ഈ 6,000 രൂപ വെച്ചിട്ട് 350 ഏക്കർ ആകുമ്പോൾ ഏതാണ്ട് 2 കോടി രൂപ വരും. അതിനകത്തുനിന്ന് തന്നെ ഏതാണ്ട് 630 കോടിയുടെ ലാഭം ഉണ്ടാക്കി അവിടെ നിന്നാണ് ഇദ്ദേഹം തുടങ്ങുന്നത്. ആ തുടക്കത്തിൽ നിന്ന് ഇദ്ദേഹം വലിയ വലിപ്പത്തിലായി. എല്ലാവരും പറയുന്നത് കൃത്യതയുള്ള വ്യവസായി, അല്ലെങ്കിൽ പറയുന്നത് അതുപോലെ നടക്കുന്ന വ്യവസായി. ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഈ അല്ലെങ്കിൽ ഫ്ലാറ്റ് മേടിച്ചിട്ടുള്ളവരും വീട് മേടിച്ചിട്ടുള്ളവരോടും ഒക്കെ ചോദിച്ചാൽ അറിയാം, ഒരു പ്രോജക്റ്റിനകത്ത് പറഞ്ഞ സമയത്തെക്കാട്ടി 7-8 കൊല്ലം കഴിഞ്ഞിട്ട് പോലും നടക്കാത്തതുണ്ട്. മാത്രമല്ല ബാങ്കിൽ 5 പൈസയുടെ കടമില്ല, അല്ലെങ്കിൽ കടമില്ലാതെ ഇരിക്കുന്ന ഒരാൾ അത്തരത്തിൽ എങ്ങൊന്നും കടമൊന്നും വേണ്ട, നാട്ടുകാരൻ്റെ മൊത്തം പൈസ മേടിച്ച് കൈ വെച്ചിട്ട് എന്തിനാ കടം? ഇപ്പം നിങ്ങൾ ഫ്ലാറ്റ് പണിയുന്നതിന് വേണ്ടി കൊടുക്കുന്ന കാശ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി കാണിച്ച് ഇന്നടത്ത് അതിൻ്റെ സ്കെച്ച് കാണിച്ച് കാര്യങ്ങൾ മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ 3/4 പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുമല്ലേ? പിന്നെ ഇഷ്ടമുള്ളപ്പോൾ അയാൾ സൗകര്യപ്രദമായിട്ട് തീർത്ത് തരുമ്പോൾ മാത്രമാണല്ലോ ഇത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം സ്വരൂപിച്ച് തന്നെയാണ് ഇയാൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് അന്നേരം പിന്നെ ബാങ്ക് അല്ലാത്തവരല്ലേ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ടേ, അല്ലെങ്കിൽ ആ രീതിയിൽ. പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം ഇദ്ദേഹത്തിൻ്റെ തട്ടകം ഏതാണ്ട് ഡൽഹിയിലേക്ക് മാറ്റിയിരുന്നു. ഡൽഹിയിലാണല്ലോ അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ആ ഡൽഹി ബേസ്ഡ് ബിസിനസ്, ബാംഗ്ലൂരിൽ നിന്ന് ദുബായ്, ഡൽഹി അല്ല, ദുബായ് ബേസ്ഡ് ബിസിനസ്. അപ്പം ഈ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ പ്രൊമോഷന് വേണ്ടി, അല്ലെങ്കിൽ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി, ഫണ്ട് ആർജിക്കുന്നതിന് വേണ്ടി പ്രൊമോഷൻസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും, അതിനെപ്പറ്റി എന്നതാണ് പുള്ളി സംരംഭം, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, അതിനകത്ത് പങ്കെടുക്കുന്നതിന് എത്ര വലിയ വലിപ്പത്തിൽ അതിൻ്റെ റിട്ടേൺസ് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഇത് പറയുന്നത്. അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവിടെ പങ്കെടുത്തത്, അല്ലെങ്കിൽ അതിന് ഫണ്ട് വരുന്നത് ഒക്കെ വിദേശ ഫണ്ടുകൾ, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ ഫണ്ട് പോലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നു? ഈ കേരളത്തിൽ നിന്ന് തന്നെയൊക്കെ ഉള്ള വലിയ സിനിമാകാരന്മാരും, അല്ലെങ്കിൽ അത്തരത്തിൽ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരൊക്കെ ഈ കാര്യത്തിനകത്ത് പങ്കെടുത്തതായിട്ടും ഉള്ള വിവരങ്ങളുണ്ട്. ഈ ദുബായിൽ നടന്നിട്ടുള്ള ഈ സംഭവം വളരെ കൃത്യമായിട്ട് കേന്ദ്ര അല്ലെങ്കിൽ ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഏജൻസികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളീ പറയുന്ന ED ഉണ്ടാവും, അല്ലെങ്കിൽ CBI ഉണ്ടാവും, അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം ഉണ്ടാവും. ആ രീതിയിൽ, അതായത് അവിടെ വരുന്ന ഫണ്ട്, ഇദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ബാങ്കുമായിട്ടും, അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നുണ്ട് അവനൊരു കടവുമില്ല, അവന് ബാങ്കിലെങ്ങും ഒന്നുമില്ല, ഫുൾ എല്ലാം ഓക്കെയാണ്. അപ്പം അങ്ങനെ ഒരാൾ എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും? ഇയാൾക്ക് ഇത്രയും ഫണ്ട് എവിടെ നിന്ന് വരുന്നു? ഇയാളുടെ ഫണ്ടിൻ്റെ സ്രോതസ് എവിടെയാണ്? അപ്പം രാജ്യങ്ങൾ തമ്മിൽ പോലും ഫണ്ട്, അല്ലെങ്കിൽ റോയി പല രാജ്യങ്ങളുമായിട്ട് ഫണ്ട് വിനിയോഗം അല്ലെങ്കിൽ ക്രയവിക്രയം നടത്തുന്നു. ഇതിനകത്തൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. മാത്രവുമല്ല, നമ്മളുടെ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഫണ്ട് ഇറക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾ, ഭീകരവാദ ഗ്രൂപ്പ്, അത്തരത്തിലുള്ള ഗ്രൂപ്പുണ്ടല്ലോ, ആ ഗ്രൂപ്പുകളുടെ കയ്യിൽ നിന്ന് പോലും ഫണ്ട് മേടിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയുള്ള പരിശോധന വരും. അപ്പോൾ ഇതിനകത്ത്
ഒരു IT റെയ്ഡാണ് നടക്കുന്നത്. ഈ IT റെയ്ഡിനെ പറ്റി പരിശോധിക്കുമ്പോഴും ദുരൂഹതയുണ്ട്. ഈ IT റെയ്ഡ് ഇദ്ദേഹം ഇവിടെ ഇല്ലാത്ത സമയത്ത് കഴിഞ്ഞ ഡിസംബറിൽ ഈ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഭൂമി കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എല്ലാ ഇതുപോലുള്ള ബിസിനസ്സുകാരെയും പരിശോധന നടത്തി. ഇയാളുടെ മാത്രം പരിശോധന നടത്തിയപ്പോൾ ആ പരിശോധന വേണ്ട വിധത്തിൽ നടത്താൻ പറ്റുന്ന പോലെ ആയില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഫയലുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കസ്റ്റഡിയിലും രഹസ്യത്തിലായിരുന്നു. ഓഫീസ് ചെന്നപ്പോൾ അവർക്കറിയത്തില്ല, റൂമുകൾ തുറന്ന് കാണിക്കാനും വ്യക്തത വരുത്തി കാണിക്കാനും ഒന്നും അവർക്കറിയത്തില്ല. അപ്പോൾ അവർ ദുബായിൽ ഇദ്ദേഹം വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ സമയം കൊടുത്തു. ഇദ്ദേഹം ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് തുറന്ന് കാണിക്കുകയോ പരിശോധനയ്ക്ക് വിധേയമാക്കുകയോ ഒന്നുമല്ല ചെയ്ത്. ഇയാൾ കൊണ്ട് ഹൈക്കോടതി പോവുക, ഇത് പരിശോധിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ, എവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരായാലും എന്താ, ആ ഉദ്യോഗസ്ഥന്മാരെ എവിടെ നിന്ന് വിനിയോഗിക്കണമെന്ന് അല്ലെങ്കിൽ ഏജൻസിയല്ലേ തീരുമാനിക്കും. അല്ലെ കേരളത്തിൽ നടന്നിട്ടുള്ള ക്രയവിക്രയം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംശയത്തിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ പരിശോധിക്കുന്നത്. കോടതിക്കകത്ത് ആദ്യമേ ഇതിന് സ്റ്റേ കിട്ടിയെങ്കിലും പിന്നെ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ അതിന് വ്യക്തത വരുത്തി കോടതിയെ ബോധ്യപ്പെടുത്തപ്പോൾ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ പരിശോധന നടക്കുന്നത്. മാത്രമല്ല പരിശോധന സമയത്ത് നമുക്കറിയാമല്ലോ, ഇവരെ ഫോൺ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ മറ്റ് വെളിയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ അവരവിടെ ഹോൾഡ് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. ഹോൾഡ് ചെയ്യുന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യും, വീഡിയോ റെക്കോർഡിങ്ങാ. കാരണം ഇത് അല്ലെങ്കിൽ കോടതി ചെന്നിട്ട് പറയും ഇതെടുത്തില്ല അവിടുന്ന് കൊണ്ടുവന്ന ഇവിടുന്ന് കൊണ്ടുവന്നാണ്, അതുപോലെ ഇത്തരത്തിൽ റെയ്ഡ് നടന്നില്ല എന്ന് പറയും. അപ്പോൾ എല്ലാം സുതാര്യമായിട്ട് നടക്കുന്നിടത്ത് ഒരു റൂം തുറന്നു കാണിക്കാൻ പറയുകയും ആ റൂമിനകത്ത് കയറിയിട്ടാണ് ഇദ്ദേഹം വെടിവെച്ചത്. ഒരു പക്ഷേ ആ റൂമിനകത്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പിസ്റ്റൽ ഇരുന്നിട്ടുള്ളത്, അല്ല ആ റൂമിനകത്തായിരിക്കും നിഗൂഢതയുള്ളത്. അതായത് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് നമ്പൂരിയെ പറ്റിയു, നമ്പൂരിയെ ഭാര്യയെ തട്ടിയെടുത്തു. ആ ഭാര്യയെ തട്ടിയെടുത്തതിൻ്റെ കെയറോഫിൽ നമ്പൂതിരിയുടെ ആയിരുന്നു ഈ പറഞ്ഞ പ്രോപ്പർട്ടി മൊത്തവും. ആ പ്രോപ്പർട്ടി തട്ടിയെടുത്തതിന് ശേഷം ഭാര്യയെ വഴിയിൽ ഉപേക്ഷിച്ചു. നമ്പൂതിരിയുടെ ഭാര്യയെ, നമ്പൂതിരിയെ കള്ളക്കേസിൽ പോലീസിലും കുടുക്കി. ആ നമ്പൂതിരി ഇതുപോലെ ആത്മഹത്യ ചെയ്തു. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തുണ്ട്. അപ്പം ഇപ്പം ഈ വന്നതിനകത്ത്, ഈ പരിശോധനതിനകത്ത് ഇയാളുടെ കാര്യങ്ങൾ വ്യക്തത വരുത്തി വെളി വന്ന പരിശോധന, ഇൻകം ടാക്സിൻ്റെ പരിശോധനയ്ക്ക് ഇത്രയും വഴിവെട്ടി വന്ന ആളും ഇത്രയും കപ്പാസിറ്റി ഉള്ള ആളും ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ഫൈൻ പറയുകയാണെങ്കിൽ അത് ആ ഫൈൻ അടയ്ക്കാം. ആ ഫൈൻ അടച്ചിട്ട് അതങ്ങനെയല്ലെന്ന് പറഞ്ഞ് തിരിച്ചു പിടിക്കാം, അല്ലെ ഫൈൻ അടച്ചാൽ പോരെ. ഇതിനകത്ത് ഇയാൾക്ക് ജയിലിടിഞ്ഞാലും വെളിയിൽ വരാത്ത രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം കാണും. രാജ്യവിരുദ്ധ പ്രവർത്തനം, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കകത്ത് റോയി ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്ക് സംശയങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ടാണ് റോയിയുടെ ആൾക്കാർ ഇപ്പോൾ പറയുന്നത് ഇതുവരെ ഉള്ള അന്വേഷണം മതി, ഇതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിക്കാൻ പോകേണ്ടതില്ല എന്ന് സഹോദരൻ ഉൾപ്പെടെ പറയുന്നത് നിങ്ങൾ കേട്ടായിരുന്നു. ആദ്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വ്യക്തത വരുത്തിയല്ലേ കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാൻ പോകണ്ട. കൂടുതലായിട്ട് അന്വേഷിക്കാൻ പോയാൽ ഒരുപക്ഷെ റോയിക്ക് പിറകെ ഇതിൻ്റെ ഭാരം ഇവരുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ റോയിയുടെ ഫണ്ടിന് പുറകെ, അല്ലെങ്കിൽ ഫണ്ട് ക്രമവിരുദ്ധമാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും. ഏതായാലും റോയിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്. ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ ക്രമവിരുദ്ധമായിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ റെയ്ഡ് നടത്തുകയും അതിൻ്റെ രേഖകൾ പിടിച്ചടക്കുകയും ഫൈൻ അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ പോലും അത് ഫൈൻ അടച്ചാൽ മതിയല്ലോ. ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കില്ല. അതായത് ഇതുവരെ പറന്ന് നടന്നവൻ, ഇതുവരെ കോടിക്കണക്കിന് രൂപയുടെ കാറിൽ നടന്നവൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ആസ്തിയുള്ളവൻ ഒരു പക്ഷേ ജയിലിടിഞ്ഞാലും വെളിയിൽ വരാത്ത രീതിയിലേക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ഉടമയാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ ഈ ദുബായിലുള്ളൊക്കെ അല്ലെങ്കിൽ ബിസിനസ് പ്രൊമോഷൻ്റെ പുറകിൽ വന്ന ആൾക്കാർ രാജ്യവിരുദ്ധ ശക്തികളുടെ ആൾക്കാരാണോ എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള സംശയങ്ങൾ വരുന്നു. ഏതായാലും എല്ലാം വ്യക്തത വരുത്തി വെളിയിൽ വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം.